വ്യവസായ രംഗത്തെ പ്രശംസിച്ചുള്ള ശശി തരൂർ എംപിയുടെ ലേഖനത്തിൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. വിഷയത്തിൽ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. ലേഖനം കോൺഗ്രസ് വാദങ്ങളുടെ മുനയൊടിച്ചു. രാഷ്ട്രീയമായി വലിയ തിരിച്ചടിക്ക് വഴിവെക്കുന്നതാണ് ലേഖനം. ഇക്കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം ഹൈക്കമാൻഡിനെ അറിയിക്കും. KR സാജു വിവരങ്ങൾ നൽകും. സാജു, തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ? ലേഖനത്തിനെതിരെ ഉയർന്നുവരുന്ന വിമർശനങ്ങൾ എത്രത്തോളം രൂക്ഷമാണ്? അനൌദ്യോഗികമായ ചില ആശയവിനിമയങ്ങൾ ഹൈക്കമാൻഡിലേക്ക് നടത്താനാണ് സംസ്ഥാനത്തെ നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. കാരണം ശശി തരൂരിനെ പരസ്യമായി കൂട്ടത്തോടെ തള്ളി VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും അടക്കമുള്ള നേതാക്കൾ എത്തിയിരുന്നു. കാരണം സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ലേഖനമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ശശി തരൂർ എഴുതിയത്. സ്വാഭാവികമായും അത് കോൺഗ്രസ് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾക്ക് വിരുദ്ധവുമാണ്. ഇത് രാഷ്ട്രീയമായി തിരിച്ചടികൾ വഴിവെക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പരസ്യമായി തരൂരിനെ തള്ളുന്ന നിലപാട് പരസ്യമായി തന്നെ സ്വീകരിച്ചത്. ഇക്കാര്യമല്ല പരിശോധിക്കുമെന്ന് തരൂർ ലേഖനം എഴുതിയതിനെ കുറിച്ച് പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കോൺഗ്രസിന്റെ നിലപാടല്ല ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് എന്ന് പരസ്യമായി പറയുന്നതിനൊപ്പം ഹൈക്കമാൻഡിലേക്ക് അനൌദ്യോഗികമായി കാര്യം ആശയവിനിമയം നടത്താനാണ് കോൺഗ്രസ് നേതാക്കൾ. എന്തായാലും ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തന്നെ സാജു കോൺഗ്രസ് നേതാക്കൾ ഒരുങ്ങുകയാണ്. പക്ഷേ ഇതിലിപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടിയിരിക്കുന്നു തരൂരിന്റെ ഭാഗത്തുനിന്ന്. ശശി തരൂരിന്റെ ഒരു പ്രതികരണം അധികം വൈകാതെ ഉണ്ടാകുമെന്ന് കരുതാമോ? അല്പസമയത്തിനകം തന്നെ ശശി തരൂരിന്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 4 മണിക്ക് തിരുവനന്തപുരത്ത് പരിപാടികൾ ഉണ്ട്. അതിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി തരൂരിന്റെ ഒരു പ്രതികരണം നമ്മൾ തേടുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം എന്ത് വിശദീകരണം നൽകുമെന്നത് ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കേണ്ടതാണ്. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു വന്ന നിലപാടിന് വിരുദ്ധമായ കാര്യങ്ങൾ ആ ലേഖനത്തിൽ ഉണ്ട് താനും. അതിൽ രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞ ഒരു കാര്യം രേഖകൾ വെച്ചുകൊണ്ട് തന്നെ ശശി തരൂരിനോട് താൻ സംസാരിക്കും. ഈ ലേഖനത്തിലെ കാര്യങ്ങൾ തെറ്റാണ് എന്ന്, അതായത് ശശി തരൂർ കാര്യങ്ങൾ പഠിക്കാതെ എഴുതിയിരിക്കുന്നു എന്ന ഒരു വിമർശനം കൂടിയാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്തെ ഉയർത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അത്തരത്തിൽ ശശി തരൂർ ചെയ്ത കാര്യം വലിയ തിരിച്ചടികൾക്ക് വഴിവെക്കുമെന്ന് നേതാക്കൾ തിരിച്ചറിയുന്നു. ഇവിടെ സർക്കാരിനെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്ന സംസ്ഥാന നേതൃത്വം ഉന്നയിക്കുന്ന വാദങ്ങളുടെ വിമർശനങ്ങളുടെ മുനയൊടിക്കുന്നതായി പോയി തരൂരിന്റെ ലേഖനം എന്നാണോ പ്രധാനമായി ഉയരുന്ന വിമർശനം? ദിവ്യ, അതിനകത്തൊരു സംശയവുമില്ല. കാരണം നിയമസഭയ്ക്കകത്തും പുറത്തും സംസ്ഥാനം പുരോഗതിയിലേക്കല്ല മുന്നോട്ടല്ല പോകുന്നത് എന്ന നിലപാടൊക്കെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി ബജറ്റ് കഴിഞ്ഞു, ബജറ്റിന്മേലുള്ള ഉപജനാഭ്യർത്ഥനകളിൽ ചർച്ചകൾ നടക്കാനുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ മാർച്ച് മാസത്തിൽ ഒരു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം നടക്കുകയാണ്. സ്വാഭാവികമായും അതിൽ സർക്കാരിനെ വിമർശിക്കുമ്പോൾ ഭരണപക്ഷത്തിനുള്ള ആയുധം തരൂരിന്റെ ലേഖനം തന്നെയായിരിക്കും. അപ്പോൾ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് P രാജീവ് തരൂരിന്റെ ലേഖനത്തിന് നന്ദി പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ആ തരൂരിന്റെ ലേഖനം സൈബർ സഖാക്കളടക്കം സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ രാഷ്ട്രീയ പോരിനുള്ള ആയുധമായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട്. സ്വാഭാവികമായും സതീശനടക്കമുള്ളവർക്ക് പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ തീരുമാനിച്ച് കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് പോകുന്ന നേതാക്കളെ സംബന്ധിച്ചിടത്തോളം തരൂരിന്റെ വാക്കുകൾ, ലേഖനത്തിലെ വാചകങ്ങൾ തിരിച്ചടിയാണ് എന്നത് വസ്തുതയാണ്. ഇത് കോൺഗ്രസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല, UDFന്റെ സാധ്യതകളെ കൂടി ബാധിക്കുന്നതാണ് എന്ന നിലയ്ക്ക് ഘടകകക്ഷികളുടെ കൂടി അതൃപ്തി ക്ഷണിച്ചു വരുത്തുന്നതാണ് ശശി തരൂരിന്റെ ലേഖനം എന്ന വിലയിരുത്തലുകളും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ട്. സാജു, മുൻപും മോദി പ്രശംസയൊക്കെ നടത്തിയതിന്റെ പേരിൽ തരൂർ വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. ഇത് വ്യക്തിപരമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കൂടുതൽ രൂക്ഷമായ നടപടികളിലേക്കൊക്കെ ഹൈക്കമാൻഡ് കടക്കാനിടയുണ്ടോ? അങ്ങനെ ഒരു കടുത്ത നടപടികളിലേക്ക് ഒന്നും കടക്കാൻ ഇടയില്ല ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡിന് ചില തലവേദനകൾ ഇതിനിടയിൽ ശശി തരൂർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അത് കോൺഗ്രസിന്റെ സമീപനമല്ല എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെ ഹൈക്കമാൻഡ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരേ സമയം ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും ഒക്കെ തരൂർ വെട്ടിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ഇതാദ്യമായിട്ട് മുമ്പും ഇത്തരം കോൺഗ്രസിന്റെ സമീപനങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ശശി തരൂർ സ്വീകരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അതിനെ ആ രീതിയിൽ തള്ളിക്കളയാണ് ഉണ്ടായത്. ഇത്തവണയും ഇതിനകത്ത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള കർശനമായ നടപടികളിലേക്കൊന്നും പോകാൻ സാധ്യതയല്ല. ശശി തരൂരിനോട് സംസാരിച്ച് അതൃപ്തി അറിയിച്ച് അവസാനിപ്പിക്കാനുള്ള സാധ്യതകളാണ് ഈ വിഷയത്തിലും കാണുന്നത്. ദിവ്യ.
യെസ്, കെ ആർ സാജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതിരൂക്ഷമായ എതിർപ്പും വിമർശനവും തന്നെയാണ് കേരള നേതാക്കൾക്കിടയിൽ നിന്ന് ശശി തരൂരിനെതിരെ ഉയർന്നു വരുന്നത്. ഹൈക്കമാൻഡിന്റെ ഇടപെടൽ തേടി ഹൈക്കമാൻഡിനെ സമീപിക്കാൻ തന്നെയാണ് നേതാക്കൾ ഒരുങ്ങുന്നത്. വിവരങ്ങളാണ് കെ ആർ സാജു നൽകിയത്.